മോഹൻലാലിന്റെ ബിസി നാളുകൾ വരാൻ പോവുകയാണ്. നിരവധി ചിത്രങ്ങളാണ് മോഹൻലാലിന് ചെയ്തു തീർക്കേണ്ടതും അതുപോലെ തന്നെ നിരവധി ചിത്രങ്ങൾ അദ്ദേഹം ചെയ്തു തീർത്തു കഴിയുകയും ചെയ്തു. പലതും പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് മറികടന്നിട്ടുണ്ട് എന്നത് നിൽക്കുമ്പോൾ മോഹൻലാൽ സംവിധാനം ചെയ്ത് ആദ്യമായി എത്താൻ പോകുന്ന ബറോസും അണിയറയിൽ ഒരുങ്ങുകയാണ്. ഉടൻ തന്നെ നമുക്ക് മുന്നിലേക്ക് റിലീസായി എത്തുന്നതിന്റെ പ്രമോഷൻ പരിപാടികൾ മോഹൻലാൽ തകൃതിയായി തന്നെ നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഒരു കോൺടെസ്റ്റും അവതരിപ്പിച്ചു. മോഹൻലാലിന്റെ സംവിധാന അരങ്ങേറ്റ ചിത്രം എന്ന നിലയിൽ പ്രേക്ഷക ശ്രദ്ധ നേടിയ ചിത്രമാണ് ബറോസ്. ക്രിസ്മസ് റിലീസായി ഡിസംബർ 25-നാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുക. ഇപ്പോഴിതാ റിലീസിന് മുന്നോടിയായി ഒരു ആർട്ട് കോൺടെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുകയാണ് അണിയറക്കാർ. ബറോസ് എന്ന ചിത്രത്തിൽ ദൃശ്യവത്കരിക്കുന്ന ഭാവനാ ലോകത്തിന്റെ കലാവിഷ്കാരങ്ങളാണ് മത്സരത്തിന് പരിഗണിക്കുക. ഇത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, എക്സ് എന്നിവയിൽ ഏതെങ്കിലും അപ്ലോഡ് ചെയ്യുക. ഹാഷ്ടാഗിൽ ബറോസ് ആർട്ട് കോൺടെസ്റ്റ് എന്ന ടാഗും പോസ്റ്റിനൊപ്പം ചേർക്കണം. മത്സരം കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ഡിസംബർ 31 വരെയാണ് പങ്കെടുക്കാൻ അവസരം. വിജയെ 2025 ജനുവരി 10 പ്രഖ്യാപിക്കും. വിജയ്ക്ക് 1 ലക്ഷം രൂപയാണ് സമ്മാനം. മോഹൻലാലിന് നേരിട്ട് തങ്ങളുടെ കലാസൃഷ്ടി സമ്മാനിക്കുകയും ചെയ്യാം. 50,000 രൂപയാണ് രണ്ടാം സമ്മാനം. രണ്ടാം സമ്മാനം നേടുന്നവരുടെ കലാസൃഷ്ടിയിൽ മോഹൻലാൽ ഒപ്പുവെക്കും. 25,000 രൂപയാണ് മൂന്നാം സമ്മാനം. ചിത്രത്തിന്റെ സംവിധാനത്തിന് പുറമെ ബറോസ് എന്ന ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മോഹൻലാലാണ്. ചിത്രം റിലീസിന് ഒരുങ്ങുമ്പോൾ ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികൾ നിൽക്കുമ്പോൾ തന്നെ മോഹൻലാൽ ബിസിയാണ്. പ്രൊമോഷന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ മോഹൻലാൽ മറ്റൊരു ചിത്രം ചെയ്തു തീർക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചു എന്ന റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസം തന്നെ നമുക്ക് മുന്നിലേക്ക് എത്തിയത്. മോഹൻലാൽ നേരിട്ട് അങ്ങ് മുംബൈയിൽ എത്തിയിരിക്കുകയാണ്. പല ചിത്രങ്ങളുടെയും വർക്കുകൾ തുടങ്ങാനിരിക്കെയാണ് മോഹൻലാൽ മുംബൈയിലേക്ക് പോയത്. ഇതാണ് പെട്ടെന്ന് മുംബൈയിലേക്ക് പോയത് എന്നാണ് പലരും ചിന്തിക്കുമ്പോൾ ഋഷഭ എന്ന ചിത്രത്തിന്റെ മോഹൻലാലിന്റെ പോർഷനുകൾ തീർക്കാൻ വേണ്ടിയാണ് മോഹൻലാൽ മുംബൈയിൽ എത്തിയിരിക്കുന്നത്. ഡിസംബർ 12 വരെ മോഹൻലാൽ മുംബൈയിൽ കാണും ഋഷഭ എന്ന ചിത്രത്തിന്റെ പോർഷനുകൾ തീർക്കാൻ വേണ്ടി. അതിനുശേഷം മോഹൻലാൽ എത്തുന്നത് ബറോസിന്റെ പ്രമോഷനുകൾക്ക് വേണ്ടിയാണ്. ആ ഒരു ചെറിയ ഗ്യാപ്പിൽ മോഹൻലാൽ ഋഷഭ തീർക്കാൻ പോകുന്നു. ഋഷഭ എന്ന ചിത്രം റിലീസിന് ഒരുങ്ങുന്ന വിവരങ്ങൾ കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ മോഹൻലാൽ തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു. 2025 ഒക്ടോബർ 16 ഋഷഭ റിലീസ് ചെയ്യുമെന്നുള്ള പ്രഖ്യാപനമാണ് ആശീർവാദ് സിനിമാസ് പ്രഖ്യാപിച്ചത്. അപ്പോൾ എന്തായാലും ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്താൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ മോഹൻലാൽ തന്റെ പോർഷൻ ബാക്കിയുള്ളത് തീർക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഗംഭീരമായൊരു സിനിമയാണ്, വ്യത്യസ്തമായൊരു സിനിമയാണ് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. ഇത് തീർത്തിട്ട് വേണം മോഹൻലാലിന് അടുത്ത സിനിമ ചെയ്യാൻ വേണ്ടി. അടുത്ത സിനിമ എന്ന് പറയുന്നത് സത്യനന്ദിക്കാട് ഒരുക്കാൻ പോകുന്ന ഹൃദയപൂർവ്വം എന്ന ചിത്രമാണ്. ഈ ചിത്രത്തിലേക്ക് വരുമ്പോൾ മോഹൻലാലിന്റെ ഗംഭീരമായൊരു മാറ്റം പ്രതീക്ഷിക്കാം. താടിയൊക്കെ എടുത്തുള്ള ഒരു ഗംഭീര ലുക്ക് പ്രതീക്ഷിക്കാമെന്നാണ് ഇതുവരെയുള്ള സൂചനകൾ പറയുന്നത്. കൂടാതെ മഹേഷ് നാരായണൻ ഒരുക്കുന്ന മമ്മൂട്ടി മോഹൻലാൽ ചിത്രത്തിലും മോഹൻലാലിന് വ്യത്യസ്തമായ ഒരു ലുക്ക് ഉണ്ടെന്നും പറയപ്പെടുന്നു. കഴിഞ്ഞ ദിവസം ഒരു കൺസെപ്റ്റ് ലുക്ക് മോഹൻലാലിന്റേതായി പുറത്തു വന്നിരുന്നു. ഇതുപോലെ മോഹൻലാൽ എത്തിയാൽ ഗംഭീരമായിരിക്കുമെന്നാണ് പ്രേക്ഷകർ പിന്നീട് അനുമാനിക്കുന്നത്. ഇത് മോഹൻലാലും കണ്ടു കാണാൻ വഴിയുണ്ട്. ഇതുപോലൊരു ലുക്ക് മോഹൻലാൽ ഏതെങ്കിലും സിനിമയിൽ കൊണ്ടുവരുമോ എന്നത് വരുന്ന ആളുകളിൽ പ്രതീക്ഷിക്കുകയാണ് ഓരോ പ്രേക്ഷകരും. എന്തായാലും ഋഷഭ എന്ന സിനിമയുടെ മറ്റു ഭാഗങ്ങൾ തീർക്കാൻ വേണ്ടി പോയ മോഹൻലാൽ ഡിസംബർ 12 വരെ അവിടെ കാണും. അതിനുശേഷം ബറോസ് എന്ന ചിത്രത്തിന് വേണ്ടിയുള്ള പ്രൊമോഷന് വേണ്ടി മോഹൻലാൽ തിരിച്ചെത്തും. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാർ നിർമ്മിക്കുന്ന ബറോസ് ഇന്ത്യയിലെ ആദ്യ 3D ചിത്രമായ മൈ ഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോയുടെ കഥയെ ആസ്പദമാക്കിയാണ് മോഹൻലാൽ സംവിധാനം ചെയ്തിരിക്കുന്നത്. കൗമാരക്കാരനായ സംഗീത വിസ്മയം ലിഡിയൻ നാദുസ്വരമാണ് ചിത്രത്തിൽ സംഗീത സംവിധായകൻ. അമേരിക്കൻ ടെലിവിഷൻ ചാനലായ CBSന്റെ വേൾഡ് ബെസ്റ്റ് പെർഫോമർ അവാർഡ് നേടിയ ലിഡിയന്റെ ആദ്യ സിനിമയാണ് ബറോസ്. അതേസമയം റിലീസിന് മുന്നോടിയായി ദുബായിൽ ഒരു സ്പെഷ്യൽ ഷോ ചിത്രത്തിന്റെ പ്രവർത്തകർക്കായും വിതരണക്കാർക്കായും മോഹൻലാൽ സംഘടിപ്പിച്ചു. അതിനുശേഷമാണ് എല്ലാ ഡീലുകളും നടന്നത്. പല ഭാഷകളിൽ, പല രാജ്യങ്ങളിൽ ബറോസ് എന്ന ചിത്രം എത്തുകയാണ്. ഒരു ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിക്കാൻ പറ്റിയ ചിത്രം എന്നാണ് മോഹൻലാൽ ബറോസിനെ വിശേഷിപ്പിച്ചത്.